നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗിലെ തങ്ങളുടെ ആദ്യ മത്സരം വിജയിച്ചിരിക്കുന്നു 2-1 ബേൺമൗത്തിനോട്. പക്ഷേ ലൈറ്റ് ഡ്രാമ അതാ പറയാനുള്ളൂ. 80 മിനിറ്റ് ഒരു ഗോളിന് പുറകിൽ നിന്നിട്ട് അവസാനം 2 ഗോളുകൾ കൊണ്ട് സിറ്റി ജയിച്ചു രക്ഷപ്പെട്ടു. ഇപ്പോഴേ പലരും പെപ്പിനെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. നമ്മൾ കമ്മ്യൂണിറ്റി ഷീൽഡിൽ കണ്ടതാണല്ലോ സിറ്റിയെ ആഴ്സണൽ വലിച്ചു കീറുന്നത്. ഏതാണ്ട് അതേ രൂപത്തിൽ നിരാശയായിരിക്കുമോ ഈ കളിയിലെ ഫലം എന്ന് തോന്നിപ്പോയി. പ്രത്യേകിച്ച് ആദ്യ പകുതിയൊക്കെ വളരെ മോശമായിട്ടുള്ള പെർഫോമൻസ് ആണ് സിറ്റിയുടെ ഭാഗത്തുണ്ടായത്. ഇപ്പോൾ ശരിയാണ്, ബോൾ പൊസിഷൻ കൂടുതലുണ്ടായിരുന്നു, ആക്രമണത്തിലുള്ള ശ്രമങ്ങൾ കൂടുതലുണ്ടായിരുന്നു. പക്ഷെ അത് മതിയായിരുന്നില്ല. ടീം സെലക്ഷനെ കുറിച്ച് വലിയ രൂപത്തിൽ വിമർശനം. റിക്കോ ലൂയിസിനെ കളിക്കളത്തിലേക്ക് ഇറക്കിയതിൽ വലിയ എതിർപ്പ് പലരും പ്രകടിപ്പിക്കുന്നത് കാണുന്നു. തീർച്ചയായിട്ടും ചെറുക്കിയെ പോലെ ഒരാളെ ബെഞ്ചിലിരുത്തിക്കൊണ്ടാണ് അത്തരം ഒരു നീക്കം നടത്തുന്നത്. ഏതായാലും ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ കംപ്ലീറ്റ്ലി സിറ്റി ആകെ പിടിവിട്ടോ എന്ന് തോന്നി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അവർ കുറച്ചുകൂടി നീക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒടുവിൽ ആ റിസൾട്ട് വന്നു. ഗുയേയി ആ ഒരു ഗോൾ കണ്ടെത്തുന്നു. ഹെഡറിലൂടെയാണ് ആ ഒരു ഗോൾ അദ്ദേഹം നേടുന്നത്. അവിടെ സിറ്റി തിരികെ വരുന്നു. ഒടുവിൽ ഗാർഡിയോളിൻ്റെ ഗോൾ ചെർക്കിയുടെ മാജിക്കൽ പാസ്സാണ്. പക്ഷെ അത് ആദ്യം ഓഫ് സൈഡ് ആണോ എന്നൊരു സംശയം. ലൈൻസ്മാൻ ഓഫ് സൈഡ് ഫ്ലാഗൊക്കെ ഉയർത്തി. അതാണ് ശരിക്കും ഒരു ഡ്രാമയായിരുന്നു. പക്ഷേ അത് ക്ലിയർ ഓൺ സൈഡ് തന്നെയായിരുന്നു. ഒടുവിൽ വാർ ചെക്ക് ചെയ്തതിന് ശേഷം അത് ഗോൾ എന്ന് വിധിക്കുകയും ചെയ്തപ്പോൾ ഒരു ആവേശത്തിലുള്ളൊരു പ്രകടനം എൻസോ മരസ്ക കാണിക്കുന്നത് കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തിന് അതൊരു വലിയ ഒരു ആശ്വാസമാണ് നൽകിയിട്ടുള്ളത്. അതിൽ തർക്കമില്ല. കാരണം ഈ കളിയെങ്ങാനും തോൽക്കുകയോ സമനിലയോ ഒക്കെ ആയിരുന്നെങ്കിൽ ഓൾറെഡി കമ്മ്യൂണിറ്റി ഷീൽഡ് തോറ്റിട്ടുള്ളൊരു ക്ഷീണമുണ്ട്. പിന്നെ ഇത്തിഹാദിൽ ഈ കളി പ്രീമിയർ ലീഗിൻ്റെ ഓപ്പണറിൽ തോറ്റാൽ വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തുമായിരുന്നു. എനിവേ ഒടുവിൽ ജയിച്ചു കയറി 2-1 മാർക്ക് ഗുയേയും അതുപോലെ ജോസ്കോ ഗാർഡിയോളുമാണ് സിറ്റിക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയത്. മറുഭാഗത്ത് ടവേർണിയറാണ് ബേൺമൗത്തിൻ്റെ ഗോൾ കണ്ടെത്തിയിരുന്നത്. സിറ്റിയുടെ നീക്കങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11 ഏർലിംഗ് ഹാലൻഡും സെമന്യോയും ഫിൽ ഫോർഡനും ഉണ്ടായിരുന്നു. റിക്കോ ലൂയിസ് ഫസ്റ്റ് ഇടം പിടിച്ചു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. എലിറ്റ് ആൻഡേഴ്സണും നിക്കോ റീലിയും മധ്യനിരയിലുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എലിറ്റ് ആൻഡേഴ്സന് പിന്നീട് പരിക്ക് പറ്റി പിൻവാങ്ങേണ്ടി വന്നു. വലിയൊരു ഇമ്പാക്റ്റ് അദ്ദേഹം കളിയിൽ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഈ പരിക്ക് ഒരൽപ്പം ആശങ്കയുണ്ടാക്കുന്നത് തന്നെയാണ്. മത്സരത്തിൽ ശരിയാണ്, ആധിപത്യം സിറ്റിക്കുണ്ടായിരുന്നെങ്കിലും കൃത്യമായിട്ട് തങ്ങളുടെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്താനുള്ള ശ്രമം ബേൺമൗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. കളിയുടെ 26-ാമത്തെ മിനിറ്റിൽ ലിവാനിൽസിൻ്റെ അസിസ്റ്റിൽ നിന്ന് ടവേർണിയറിൻ്റെ ഗോൾ വന്നതോടുകൂടി AFC ബേൺമൗത്ത് ലീഡായി. സിറ്റി ആദ്യ പകുതിയിൽ തിരിച്ചടിക്കാൻ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴൊക്കെ ഗോളിലേക്ക് മണമുള്ള നീക്കങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. പക്ഷേ വലയിലേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. ഏർലിംഗ് ഹാലൻഡിന് അവസരങ്ങളുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി സിറ്റിയുടെ സൂപ്പർ സ്റ്റാർ നമ്പർ 9 അത് ഫിനിഷ് ചെയ്യാൻ പറ്റാതെ പോകുന്നു. അങ്ങനെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് ബേൺമൗത്ത് മുന്നിൽ. രണ്ടാം പകുതിയിൽ സിറ്റിക്ക് തിരികെ വന്നേ പറ്റൂ എന്നുള്ളതായിരുന്നു സ്ഥിതിവിശേഷം. പക്ഷേ നടക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ റിക്കോ ലൂയിസിനെ പിൻവലിച്ചുകൊണ്ട് ന്യൂനസിനെ കളിക്കളത്തിലേക്ക് വിടുന്നു. അതിനുശേഷം മത്സരം പുരോഗമിക്കവേ വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോയത് സിറ്റിക്ക് ഗുണകരമായിട്ട് മാറുകയും ചെയ്തു. കൊവാസിച്ചിനെ ഇറങ്ങേണ്ടി വന്നു. ആൻഡേഴ്സിന് പരിക്ക് പറ്റുന്നു. സോ അദ്ദേഹത്തെ പിൻവലിക്കുന്നു. അതിനുശേഷം ചെറുക്കി വരുന്നു. ഒറിയിലേക്ക് പകരം ചെറുക്കി വരുന്നു. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ കളി മാറുന്നത്. അദ്ദേഹം ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു എഫേർട്ട് എടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. വീണ്ടും ഹാലൻഡിനെ ലക്ഷ്യമാക്കി ബോളുകൾ വരികയും അദ്ദേഹം ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്തു. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഓഫ് ടാർഗറ്റായിട്ട് അടിച്ച് പറന്ന് കണ്ടു. മറ്റൊന്ന് വേണ്ട വിധത്തിൽ വന്ന ക്രോസ് അദ്ദേഹത്തിന് കണക്ട് ചെയ്യാൻ പറ്റാതെ പോകുന്നു. ഗോൾ കീപ്പർ അനായാസം സേവ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ അനിവാര്യമായത് സംഭവിക്കുന്നു. ചെർക്കിയുടെ കോർണർ അതിൽ നിന്ന് കൃത്യമായിട്ട് ഹെഡ് ചെയ്തുകൊണ്ട് മാർക്ക് ഗുയേയി പന്ത് വലയിലേക്ക് എത്തിക്കുന്നു. ആ മാജിക്കൽ പെർഫോമൻസ് അവിടെ തുടങ്ങിയ ചെർക്കി അടുത്ത ഗോളിന് വീണ്ടും അസിസ്റ്റ് കൊടുക്കുന്നു. ഇത് കൃത്യമായിട്ട് പെനാൽറ്റി ബോക്സിൽ നിൽക്കുന്ന ഗാർഡികളിൽ കൊടുക്കുന്നു. ഗാർഡികൾ ഓഫ് സൈഡ് ആണോ എന്നൊരു സംശയം ലൈൻസ്മാന് തോന്നി. ബട്ട് അദ്ദേഹം കൃത്യമായിട്ട് ഓൺ സൈഡ് ആയിരുന്നു. ഒടുവിൽ ആ ഗോള് വിധിക്കുന്നു. കൃത്യമായിട്ട് രൂപത്തിലൊരു ഫിനിഷിംഗ് ആയിരുന്നു. അതോടുകൂടി പരാജയം ഇങ്ങനെ ഭീതിതമായ രൂപത്തിൽ തുറിച്ചു നോക്കിയിടത്തിരുന്ന് അവസാനത്തെ ഒരു 5-8 മിനിറ്റിനിടക്ക് കളി മാറ്റിമറിച്ചു. സിറ്റി വിജയിച്ച് കയറിയിരിക്കുന്നു. ചോദ്യം ഇതാണ്, സിറ്റി ആരാധകർ നെഞ്ചത്ത് കൈവച്ച് പറയുക, നിങ്ങളിപ്പോൾ പെപ്പിനെ മിസ് ചെയ്യുന്നില്ലേ? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.